ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോവം എന്ന് പറയുന്നത് ടു സീ ഹിം എഗെയിൻ, വീണ്ടും അവനെ കാണാം എന്നുള്ളൊരു പോവാണ്. സോ ഇതൊരു ഒരു എന്താ പറയുക, ലോസ്റ്റ് ലവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു പോവാണ് കേട്ടോ. ടു സീ ഹിം എഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഗബ്രിയേല മിസ്ട്രേലിൻ്റെയാണ് നോക്കാം കേട്ടോ. ഗബ്രിയേല മിസ്ട്രേൽ എന്ന് പറഞ്ഞ റൈറ്റർ 1889 ജനിച്ചു, 1957 മരിച്ചു. ഒരു പോയറ്റ്, എഡ്യൂക്കേറ്റർ, ഡിപ്ലോമാറ്റ്, ഹ്യൂമാനിസ്റ്റ് ആയിരുന്നു. ഹു വാസ് ദ ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ പോയറ്റ് ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ഇൻ 1947. ഒരു പക്ഷേ ആദ്യമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് നൊബേൽ സമ്മാനം ലഭിച്ചത് ഇവർക്കായിരുന്നു 1945. ഷി റിസീവ് ദ ഓണർ, അവർക്ക് എന്ത് ബഹുമതി കിട്ടിയിട്ടുണ്ട്? ഫോർ ഹെർ ലിറിക് പോയട്രി വിച്ച് ഇൻസ്പയർഡ് ബൈ പവർഫുൾ ഇമോഷൻസ്. അവരെപ്പോഴും എഴുതുന്ന ലിറിക് പോയട്രിക്ക് വളരെയധികം റെസ്പെക്റ്റ് ലഭിച്ചിട്ടുണ്ട്, കാരണം അതിൽ പവർഫുള്ളായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടായിരിക്കും. ഹാസ് മെയ്ഡ് ഹെർ നെയിം എ സിംബൽ ഓഫ് ഐഡിയലിസ്റ്റിക് ആസ്പിറേഷൻസ് ഓഫ് എൻറ്റയർ ലാറ്റിൻ അമേരിക്കൻ വേൾഡ്. ചുരുക്കി പറഞ്ഞാൽ മൊത്തം ലാറ്റിൻ അമേരിക്കൻ ലോകത്ത് ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്ന ഒരു ആസ്പിറേഷൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ മാറി. ബോൺ ഇൻ വിസൂനയിൽ ജനിച്ചു, ചിലി. ഷി എൻഹെറിറ്റഡ് ഹെർ ഫ്ലയർ ഫോർ പോയട്രി ഫ്രം ഹെർ ഫാദറിൽ നിന്നാണ് കവിത എഴുതാനുള്ള താല്പര്യം തുടങ്ങിയത്. ഹു വാസ് ഓൾസോ എ പോയറ്റ്, ഫാദറുമാരായിരുന്നു, പോയറ്റായിരുന്നു. ഹവവർ ഫാമിലി ലെഫ്റ്റ് ദ ഫാമിലി ഹവവർ ദ ഫാദർ ലെഫ്റ്റ് ദ ഫാമിലി, അച്ഛൻ കുടുംബം വിട്ടുപോയി. വെൻ ഷി വാസ് ഓൺലി 3 years old, 3 വയസ്സുള്ളപ്പോൾ. ആൻഡ് ഷി ഹാഡ് എ ടോർമെൻറ്റഡ് ചൈൽഡ്ഹുഡ്, വളരെ ബുദ്ധിമുട്ടേറിയ കുട്ടിക്കാലമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്, പട്ടിണിയും ദാരിദ്ര്യമൊക്കെ. ഷി വാസ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി ഫ്രം ദ ഏജ് ഓഫ് 15. അതുകൊണ്ട് തന്നെ 15 വയസ്സ് തൊട്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു. ആൻഡ് വർക്ക്ഡ് ആസ് എ ടീച്ചേഴ്സ് എയ്ഡ് ഇൻ എൻ എലമെൻ്ററി സ്കൂളിൽ ടീച്ചറെ സഹായിക്കാൻ ഒരു ആയയായിട്ടൊക്കെ അവർ വർക്ക് ചെയ്തു. മീൻ വൈൽ ഷീ ഓൾസോ റോട്ട് ആർട്ടിക്കിൾ ഫോർ ന്യൂസ് പേപ്പർ. അതേസമയം തന്നെ പത്രത്തിൽ ആർട്ടിക്കിളൊക്കെ അവർ എഴുതി കൊടുക്കാറുണ്ട്. ലേറ്റർ ഷീ ബിക്കം എ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, പിന്നെ ഒരു സെക്കൻഡറി സ്കൂൾ ടീച്ചറായി. പിന്നെയോ പടിപടിയായി ഉയർന്ന് പ്രിൻസിപ്പൾ ഓഫ് വേരിയസ് സ്കൂൾ, പല സ്കൂളുകളുടെ പ്രിൻസിപ്പാളായി. ആൻഡ് ഓൾസോ എ പ്രൊഫസർ ഓഫ് സ്പാനിഷ് ലിറ്ററേച്ചർ ഇൻ മിഡിൽബറി കോളേജ്, അതിൻ്റെ പ്രൊഫസറായി. ബെർണാഡ് കോളേജ്, കൊളംബിയ യൂണിവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് പ്യൂട്ടോറിക്കോ. 1906 ഷീ പബ്ലിഷ്ഡ്, ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? ദ എഡ്യൂക്കേഷൻ ഓഫ് വിമൻ എന്നായിരുന്നു. ഷീ എഡിറ്റഡ് അനദർ വോളിയം, വേറൊരു വോളിയം എഡിറ്റ് ചെയ്തു. അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? റീഡിംഗ് ഫോർ വുമൺ. അതൊരു കളക്ഷൻ ഓഫ് പ്രോസ് ആൻഡ് വേർഡ്സ് ബൈ ലാറ്റിൻ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ റൈറ്റേഴ്സ് ആയിരുന്നു. അത് അവർ എഡിറ്റ് ചെയ്തു. ദാറ്റ് സെലിബ്രേറ്റഡ് ദ കോഴ്സ് ഓഫ് ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ ആഘോഷിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു അത്. ഇനി സം ഓഫ് ഹെർ പോവംസ് വർ പബ്ലിഷ്ഡ് ഇൻ പാരീസിൽ പബ്ലിഷ് ചെയ്തു. ഇൻ ദ ജേണൽ, അവരുടെ ജേണലിൻ്റെ പേരെന്താണ്? എലക്കാൻസിയസ്. 1913. ഷി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ പ്രിൻസിപ്പൽ ഓഫ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് ഇൻ പുൻറ്റ എറീനാസ് ബൈ ദ ദെൻ ചിലിയൻ പ്രസിഡൻറ്റ് ആഫ്റ്റർ റീഡിങ് ഹെർ ലിറ്റററി വർക്ക്സ്. ചിലിയൻ പ്രസിഡൻറ്റ് അവരുടെ ലിറ്റററി വർക്ക്സ് വായിച്ചതിന് ശേഷമാണ് ഇവിടെ പ്രിൻസിപ്പളായിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. വൈൽ വർക്കിംഗ് ഇൻ റിമോട്ട് വില്ലേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷി റോട്ട് 3 poems, 3 കവിതകൾ എഴുതി. കോൾഡ് പാൻറ്റാഗോണിയൻ ലാൻഡ്സ്കേപ്സ് എന്ന് പറഞ്ഞിട്ട്. സൈമൾട്ടേനിയസ്ലി ഷീ ടുക്ക് ഈവനിങ് ക്ലാസ്സസ് എടുക്കാറുണ്ട് ഫോർ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ജോലിക്ക് പോകേണ്ട കാരണം തന്നെ, പല കൂലിപ്പണിക്ക് പോകേണ്ട കാരണം തന്നെ വിദ്യാഭ്യാസം മുടങ്ങിയ പ്രായമുള്ളവർക്കൊക്കെ അവർ വൈകുന്നേരം സന്ധ്യാസമയം ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അവരുടെ റിയൽ നെയിം എന്തായിരുന്നു? ലൂസില ഗോഡെ അക്കാരിയാഗ എന്നാണ്. അവരവരുടെ പെൻ നെയിം കോയിൻ ചെയ്തു. രണ്ട് ഫേവറേറ്റ് പോയറ്റ്സിൻ്റെ പേരിൽ നിന്നാണ് അവരവരുടെ പെൻ നെയിം കോയിൻ ചെയ്യുന്നത്. ആരൊക്കെയായിരുന്നു 2 ഫേവറേറ്റ് പോയറ്റ്സ്? ഗബ്രിയേല ഡി അമ്യൂസിയോ, രണ്ടാമത്തെ ആരാണ്? ഫെഡറിക് മിസ്ട്രേൽ. അങ്ങനെയാണ് ഗബ്രിയേല മിസ്ട്രേൽ എന്ന് പറഞ്ഞ പേര് അവർ സ്വീകരിക്കുന്നത്. അവിടെ യഥാർത്ഥ പേരെന്താ? ലൂസിയാല ഗോഡോ എക്കാലിയാഗ. ഇനി ഷീ ഹാസ് റിസീവ്ഡ് ഓണററി ഡോക്ടറൽ, പല ഡോക്ടർ ഡിഗ്രീസ് കിട്ടിയിട്ടുണ്ട് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറൻസ് ആൻഡ് ഗ്വാറ്റമല. അവരുടെ കഴിവ് എന്തിലൊക്കെയാണ്? ജേർണലിസം, പബ്ലിക്കായിട്ട് സംസാരിക്കാനുള്ള കഴിവ്. ഹെൽപ്ഡ് ഹെർ ഗെയിൻ ഇൻ്റർനാഷണൽ എക്ലെയിം, അങ്ങനെ ലോകം മുഴുവൻ അവരെ അറിഞ്ഞു. ഷീ ഓൾസോ റിസീവ് ചിലിയൻ നാഷണൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫോർ ലിറ്ററേച്ചർ, സാഹിത്യത്തിന്. ഡ്യൂറിങ് ഹെർ സ്റ്റിൻറ്റ് വിത്ത് മെക്സിക്കോസ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ 1922 ഷീ കോൺട്രിബ്യൂട്ടഡ് ടു ദ എഡ്യൂക്കേഷണൽ പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ പോളിസീസിന് അവർ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോർ എസ്റ്റാബ്ലിഷിങ് എ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, അങ്ങനെ ദേശീയപരമായിട്ടൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ മെക്സിക്കോയിൽ ആഫ്റ്റർ മെക്സിക്കൻ റവല്യൂഷൻ, മെക്സിക്കൻ വിപ്ലവത്തിന് ശേഷം.
ഇനി അടുത്തത് പറയുന്നത് അവരുടെ തീമുകളാണ്. എന്തൊക്കെയാണ് അവരുടെ തീമുകൾ? അണ്ടർലൈൻ ചെയ്തോ. ഷീ ഡീൽഡ് വിത്ത് ദ തീംസ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട തീമുകളാണ്. ഇൻ എ മോർ ബ്രോഡ് ആൻഡ് ഇൻറ്റൻസ് വേ, കുറച്ചും കൂടെ വിപുലമായ രീതിയിലും തീവ്രമായ രീതിയിലും. വേ നോട്ട് അറ്റംപ്റ്റഡ് ബൈ പ്രീവിയസ് ലാറ്റിൻ അമേരിക്കൻ ഓതേഴ്സ്. മുൻപ് ലാറ്റിൻ അമേരിക്കൻ ഓതേഴ്സ് ഒന്നും ശ്രമിക്കാത്ത പോലെയാണിത്. സെലിബ്രേറ്റഡ് ചിലിയൻ ഓതറായിട്ടുള്ള പാബ്ലോ നെരൂദ വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെർ. അവരിൽ നിന്ന് ഒരുപാട് പ്രചോദനം ഉൾക്കൊണ്ടു. ആസ് എ ഡിപ്ലോമാറ്റ് ഷീ സെർവ്ഡ് ആസ് എ സെക്രട്ടറി ഓഫ് ലാറ്റിൻ അമേരിക്കൻ സെക്ഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻ പാരീസ് ഇൻ 1925. ബിസൈഡ്സ്, അതിന് പുറമെ ഷി വാസ് ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് വേരിയസ് കൾച്ചർ സൊസൈറ്റീസ് ഇൻ ചിലിയിലെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സ്പെയിൻ ആൻഡ് ക്യൂബ. പിന്നെയോ ഷി വർക്ക് ആസ് എ ചിലിയൻ കോൺസൽ ഇൻ നാപ്പിൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മാഡ്രിഡ്, ലിസ്ബണിൽ. ഹെർ ഇൻട്രസ്റ്റ് ഇൻ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ റൈറ്റിംഗ്സ് വാസ് നർച്ചേർഡ് ഹെർ ബോണ്ട് വിത്ത് ചിലിയൻ തിയോളജിക്കൽ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരുടെ റൈറ്റിങ്സ് ഒന്നുകൂടെ വളർന്നു എന്ന് പറയാണ്. ഷി ബിക്കം ആൻ ഐക്കോണിക് ഫിഗറായിട്ട്, ഒരു വലിയൊരു ഫിഗറായിട്ട് അവർ മാറി ഇൻ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ലൈഫ്. സാംസ്കാരികപരവും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ജീവിതത്തിൽ ചിലിയിൽ. സോ മച്ച് സോ ദാറ്റ് ഹെർ ഇമേജ് ഹാസ് ബീൻ ഫീച്ചേർഡ് ഇൻ ചിലിയൻ പെസോ ബാങ്ക് നോട്ടിലൊക്കെ അവരുടെ ചിത്രം അച്ചടിച്ചു വന്നു. ഷി ഹാസ് ഓൾസോ ബീൻ ആൻ അഡ്വക്കേറ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. ആൻഡ് ഹാസ് ടേക്കൺ സൈഡ് വിത്ത് മിസ്ട്രീറ്റഡ് ആൻഡ് ഇംപോറിഷ്ഡ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, മോശമായി പെരുമാറുന്നവരുടെ ഒപ്പം, അതായത് അനുഭവങ്ങൾ ഉണ്ടാവുന്നവരുടെ ഒപ്പം നിൽക്കുക, അങ്ങനെ. ഡ്യൂറിങ് ലേറ്റർ പാർട്ട് ഓഫ് ഹെർ ലൈഫ്, പിന്നീടുള്ള ജീവിതത്തിൽ അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സെറ്റിൽ ചെയ്തു. ന്യൂയോർക്കിലാണ് മരിച്ചത് 1957. പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിട്ടാണ് അവർ മരിക്കുന്നത്. അടുത്തെന്താ? ഹെർ ലവ് ഫോർ ദ ഡൗൺ ട്രോഡൻ. അടിച്ചമർത്തപ്പെട്ടവരോട് അവർക്ക് വളരെ സ്നേഹമായിരുന്നു. ആൻഡ് പുവർ, പാവപ്പെട്ടവരോടും. ആസ് വെൽ ആസ് പേഴ്സണൽ സോറോസ്, അതുപോലെ തന്നെ വ്യക്തിപരമായ സങ്കടങ്ങളും അവരുടെ കവിതയിൽ കാണാമായിരുന്നു. വെൽ റിഫ്ലക്റ്റഡ് ഇൻ ഹെർ പോയട്രി. ഷി ബിക്കം പോപ്പുലർ ഇൻ ചിലിയിൽ. അവർ പോപ്പുലർ ആവുന്നത് 1914 ആ ഒരു വർഷം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ്. വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ്, എന്തിൻ്റെ പബ്ലിക്കേഷൻ? സോണറ്റ്സ് ഓൺ ഡെത്ത് എന്ന ഒരു പബ്ലിക്കേഷന് ശേഷമാണ്. ഹെർ ഫസ്റ്റ് ഗ്രേറ്റ് കളക്ഷനാണത്, വോസ്. അതേസമയം അവരുടെ ഫസ്റ്റ് കളക്ഷൻ, ഗ്രേറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? അവർ പ്രശസ്തി ആർജിക്കുന്നത് സോണറ്റ്സ് ഓൺ ഡെത്ത് എന്നതിൻ്റെ പബ്ലിക്കേഷന് ശേഷമാണെങ്കിലും അവരുടെ ഫസ്റ്റ് ഗ്രേറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഡെസ്പയർ ആണ് 1922 കേട്ടോ. ദ സൂയിസൈഡ് ഓഫ് ഹെർ ഫസ്റ്റ് ലവർ, അവരുടെ ആദ്യത്തെ അവർ പ്രണയിച്ചിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു. ഹാഡ് എ ട്രോംബാറ്റിക് ഇമ്പാക്റ്റ് ഓൺ ഹെർ ലൈഫ്, അത് അവരുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചു. ഹെർ വർക്ക്സ് ആർ റിപ്ലീറ്റ് വിത്ത് ദ തീംസ് ഓഫ്, ഇനി എന്തൊക്കെ തീംസുകൾ കാണാം? നേച്ചർ, പ്രകൃതി. ലവ്, ബിട്രയൽ എന്ന് പറയുന്നത് ചതി. സോറോ, സങ്കടം. റിക്കവറി ഫ്രം ട്രോമ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്നുള്ള ഒരു മോചനം. മൊറാലിറ്റി, ദെൻ മദർഹുഡ്, മാതൃത്വം. ലവ് ഫോർ ചിൽഡ്രൻ, കുട്ടികളോടുള്ള സ്നേഹം. ആൻഡ് ഔട്ട്രോഡൻ, അടിച്ചമർത്തപ്പെട്ടവരോട്. ഇതൊക്കെ തീമുകളാണ്. ടെൻഡേർനെസ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട് 1924. അതൊരു കളക്ഷൻ ഓഫ് ലുല്ലബീസ്. എന്താ ലുല്ലബി എന്ന് പറഞ്ഞാൽ? താരാട്ടുപാട്ടിൻ്റെ കളക്ഷനാണ്. ആൻഡ് പോവംസ്, കവിതകളുടെ. റിലേറ്റഡ് ടു ഇത്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മെറ്റേണിറ്റി ഓർ മദർഹുഡ്, അമ്മയാകുക അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. തല എന്ന് പറയുന്നത് 1938. അതൊരു അനദർ ഇമ്പോർട്ടൻറ്റ് വർക്കായിരുന്നു മിസ്ട്രേലിൻ്റെ. ഹെർ കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് പോയട്രി പബ്ലിഷ് ചെയ്യുന്നത് 1958 ആഫ്റ്റർ ഹെർ ഡിമൈസ്, അവരുടെ മരണശേഷം. ഇനി ഒരു പോയത്തിലേക്ക് കടക്കുമ്പോൾ ദിസ് പോവം ഡെപ്പിറ്റ്സ് ദ ഇൻറ്റൻസ് ഗ്രീഫ് ആൻഡ് ട്രോമ ഫോളോയിങ് ദ ലോസ് ഓഫ് എ ബിലവഡ്. അവിടെ പോയറ്റിന് തൻ്റെ ലവറിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഭയങ്കര സങ്കടമാണ്, ഒരു ട്രോമയിലേക്ക് അവരെത്തിപ്പെട്ടു. അതാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. സോ ഫസ്റ്റ് ലൈൻ നല്ലപോലെ പഠിക്കുക. ദിസ് പോവം ഡെപ്പിറ്റ്സ് ദ ഇൻറ്റൻസ് ഗ്രീഫ് ആൻഡ് ട്രോമ ഫോളോ ദ ലോസ് ഓഫ് എ ബിലവഡ്. ബിലവഡിനെ നഷ്ടപ്പെട്ടതിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഗ്രീഫ്, സങ്കടം, ട്രോമയൊക്കെയാണ് ഈ കവിതയിൽ കാണാൻ പറ്റുക. ദ സ്പീക്കർ ഈസ് ഷാറ്റേർഡ്, കവി അല്ലെങ്കിൽ നമ്മുടെ പോയിറ്റ് ആകെ തകർന്നു. വെൻ ഷീ കൺഫ്രണ്ട്സ് ദ റിയാലിറ്റി ദാറ്റ്, എപ്പോഴാണ് തകർന്നത്? അവൾക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായപ്പോഴാണ്. ദാറ്റ് ഷീ ഈസ് അണേബിൾ ടു റീയുണൈറ്റ് വിത്ത് ഹെർ ലവർ, തൻ്റെ ലവറുമായിട്ട് തനിക്ക് ഇനി ഒരിക്കലും റീയുണൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന സത്യം അറിഞ്ഞപ്പോൾ അവരാകെ തകർന്നു. ഇറ്റ് ഓൾസോ സജസ്റ്റ് ദാറ്റ്, ഇതൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സിൻസ് ബ്രേക്കപ്സ് ആർ ഹാർഡ്, നമുക്കറിയാം ബ്രേക്കപ്പുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹാർഡായിട്ടുള്ളതാണ്. ഷീ വിഷസ് ടു കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഹെർ സെൽഫ്, അവൾ അതിൽ നിന്നും ഓർമ്മിക്കാതിരിക്കാൻ, മാറണമെന്നും പൂർണ്ണമായും മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്.
ദ വിവിഡ് ഇമേജറി, വിവിഡായിട്ടുള്ള ചിത്രങ്ങൾ യൂസ് എപ്പീൽസ് ടു ദ സെൻസസ് ഓഫ് സൈറ്റ് ആൻഡ് സൗണ്ട്. ഇത് സൈസ് ആൻഡ് സൗണ്ടിന് എന്താണ് എപ്പീൽ ചെയ്യുന്നു എന്ന് പറയാണ്. റിപ്പിറ്റേഷൻ ഈസ് അനദർ ലിറ്റററി ഡിവൈസ്. കവിതയിൽ നമുക്ക് ഒരു കാര്യം തന്നെ പിന്നെയും ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാണാൻ പറ്റും. ടു പോർട്രേ ദ ഇൻറ്റൻസ് ഇമോഷൻസ് ഓഫ് ഡിസയർ ആൻഡ് ലോങ്ങിങ് ഇൻ ദ സ്പീക്കർ. ഇതെന്ത് കാണിക്കാനാണ്? സ്പീക്കറിൽ അത്രയും ഇമോഷൻസ് ഉണ്ട്, ലോങ്ങിങ് ആഗ്രഹമുണ്ട് എന്ന് കാണിക്കാനാണ്. ദ ചോയ്സ് ഓഫ് ദ വേർഡ്സ് ലൈക്ക്, വാക്കുകൾ ഏതൊക്കെയാണ്? ക്യുവറിങ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, ട്രംബ്ലിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടറുക, ഷിമ്മറിങ് എന്ന് പറഞ്ഞാൽ എന്താ ഷിമ്മർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മങ്ങിയ അവസ്ഥ. ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്ന എന്താ? അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡാണ്. അതായത് സ്ഥിരതയില്ലാത്ത, അതായത് റെസ്റ്റ്ലെസ്നെസ് ആയിട്ടുള്ള, അതൊക്കെ സങ്കടമുള്ള അവരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. ആഫ്റ്റർ എ ട്രോമാറ്റിക് സെപ്പറേഷൻ, ആ ഒരു വേർപ്പെടലിന് ശേഷം, അതായത് ലവറുമായി വേർപ്പെട്ടതിന് ശേഷം. ദ ടോൺ ഓഫ് ദ പോം എന്താണ്? ഡാർക്കാണ്, അത്ര ഹാപ്പി ടോണൊന്നുമല്ല. നോ മാറ്റർ ഹൗ ഗ്രേവ്, സീരിയസ് ആണ്. അൺപ്ലസൻറ്റ്, ദുഃഖമാണ്. ഓർ ആരി ദ സർക്കംസ്റ്റൻസസ്, സാഹചര്യം മൊത്തം മോശമാണ്. ഷീ ജസ്റ്റ് വിഷസ് ടു ഹാവ് ഹെർ ലവർ നിയർ ബൈ, പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ ലവർ തൻ്റെ അടുത്ത് വേണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇറ്റ് എസെൻസ് ഫ്രം എ വെരി പോയിന്റ് ആൻഡ് പേഴ്സണൽ മെലങ്കളിക് സോങ്സ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം വ്യക്തിപരമായിട്ടുള്ള അത്രയും മെലങ്കളിക്, സങ്കടം നിറഞ്ഞൊരു സോങ് ആണ് വേണമെങ്കിൽ പറയാം. ടു എ യുവോൾജി. യുവോൾജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരം ഒരു ദേശീയ ഗാനം പോലെ ഇട്ടത് മാറുകയാണ്. ദാറ്റ് സ്പീക്സ് ഓഫ് യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ഓഫ് ഗ്രീഫ് ആൻഡ് ലോസ്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ പേഴ്സണൽ സോങ്ങിൽ നിന്ന് തുടങ്ങി ഇത് ഒരു എന്താ പറയുക, വിരഹഗാനം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക്, ഒരു ദേശവൽക്കരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വേർപ്പെടലിൻ്റെ ഗാനമായിട്ട് ഇത് മാറുകയാണ്. യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ദിസ് ട്രാൻസ്ലേഷൻ ഓഫ് ദ പോം ഈസ് ബൈ മെറിയേല ഗ്രിഫർ. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? മെറിയേല ഗ്രിഫർ ആണെന്നും കൂടെ നോക്കുക. ടെക്സ്റ്റിലേക്ക് നോക്കുക. ആൻഡ് നെവർ നെവർ എഗെയിൻ, നോട്ട് ഓൺ നൈറ്റ്സ് packed with a few stars, or in mornings first slender sun, or afternoons sacrificed to afternoons, or at the edge of a pale road that surrounds the farm fields, or a rim of a trembling fountain, whitened by a moon, or beneath the forest lush poplars were yelling at him, I was overtaken by the night. Not in the grotto that returns the echo of my words. No, to see him again it does not matter where, in heaven's dead water or inside boiling hall, or still moon or in bloodless fright. To be with him, to be every springtime and winter united in one painted knot around his bloody neck. നോക്കാം. നമ്മളോട് ചോദിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ, ടെൻഷനിൽ, അത്ര ആൻസൈറ്റി, ഡെസ്പെയർ, നിരാശ, സങ്കടത്തിലൊക്കെ ചോദിക്കുകയാണ്. ആൻഡ് നെവർ നെവർ എഗെയിൻ, ഇനി ഒരിക്കലും വരില്ലേ. നോട്ട് ഇൻ നൈറ്റ്സ് പാക്ഡ് വിത്ത് എ ഫ്യൂ സ്റ്റാർസ്, രാത്രിയിൽ വരില്ലേ, നിറച്ച് സ്റ്റാർസ് ആകാശത്ത് പാക്ക് ചെയ്യുന്ന രീതിയിൽ അത്ര അധികം സ്റ്റാർസ് ഉള്ള ഒരു നൈറ്റിൽ വരില്ലേ. ഓർ ഇൻ മോർണിംഗ്സ്, ഇനി രാവിലെകളിലും വരില്ലേ. ഫസ്റ്റ് സ്ലെൻഡർ സൺ ഓർ ആഫ്റ്റർനൂൺ സാക്രിഫൈഡ് ടു ആഫ്റ്റർനൂൺസ്, അതിരാവിലെ സൂര്യൻ വരുന്ന സമയത്ത് വരില്ലേ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ലവറിനെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ലവർ വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓർ അറ്റ് ദ എഡ്ജ് ഓഫ് എ പെയിൽ റോഡ്, അതായത് ഒരു മങ്ങിയ റോഡിൻ്റെ, ഇരുട്ടായിട്ടുള്ള റോഡിൻ്റെ എഡ്ജിൽ വരില്ലേ. ദാറ്റ് സറൗണ്ട്സ് ദ ഫാം ഫീൽഡ്സ്, അതെന്തിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും? ഫാം ഫീൽഡുകളെ സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും, അവിടെ വരില്ലേ. ഓർ എ റിം ഓഫ് ട്രിംബ്ലിങ് മൗണ്ടൻ, ഒരു ഫൗണ്ടൻ ഇങ്ങനെ ട്രിംബിൾ ചെയ്യുന്നുണ്ട്, അവിടെ വരില്ലേ. സോ ലവറിനെ എക്സ്പെക്റ്റ് ചെയ്ത് സ്ഥലങ്ങളാണ്. വൈറ്റൻഡ് ബൈ എ മൂൺ. ഓർ ബെനീത്ത് ദ ഫോറസ്റ്റ് ലഷ് പോപ്പുലാസ്, ഫോറസ്റ്റിൻ്റെ കീഴെ ആ ലഷ് പോപ്പുലാസ് ഉണ്ട്, അവിടെ വരില്ലേ. യെല്ലിങ് അറ്റ് ഹീം, അവന് വേണ്ടിയിട്ട് ഇനി ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഓടി നടന്ന് നോക്കുകയാണ്, അലറി വിളിക്കുകയാണ്. ആര്? പോയിറ്റ് ലവറിനെ. I was overtaken by night, dot in grotto that returns the echo of my words. I was overtaken by night, രാത്രിയിലും തിരയാണ്. നോട്ട് ഇൻ ഗ്രോട്ടോ, ഗ്രോട്ടോ മീൻസ് ഗുഹകൾ. ആരും തന്നെ ഒരു വിളി കേൾക്കുന്നില്ല. ഈവൻ ഗുഹയിൽ നിന്ന് പോലും എന്ത് കിട്ടുന്നില്ല? എക്കോ കിട്ടുന്നില്ല. അതായത് ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, വരുന്നില്ല. സോ ലവറിൻ്റെ റെസ്പോൺസ് ഇല്ല എന്ന് പറയാണ്.
നോ ടു സീ ഹിം എഗെയിൻ, അവനെ വീണ്ടും കാണാനാണ്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വേർ, അവൻ എവിടെ തന്നെയായാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഹെവൻസ് ഡെഡ് വാട്ടം, ഇനി എന്താ പറയണത്? നോ ടു സീ ഹിം എഗെയിൻ, എന്തിനു വേണ്ടിയിട്ടാണ്? ആരും തന്നെ ഒരു എക്കോ നൽകുന്നില്ല, ലവറിൻ്റെ ഒരു എക്കോ ഇല്ല, ഒരു പ്രതികരണവും ഇല്ല, ആരുടെയും റെസ്പോൺസ് ഇല്ല. ഇനി എന്തിനാണ് എല്ലായിടത്തും നടന്നു നോക്കുന്നത്? ടു സീ ഹിം എഗെയിൻ, അവനെ വീണ്ടും കാണാൻ. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വേർ, എവിടെയാണെങ്കിലും എനിക്ക് അവനെ പോയി കാണണം. പിന്നെ ഹെവൻസ് ഡെഡ് വാട്ടർ, ഏത് വെള്ളത്തിൻ്റെ ഉള്ളിലാണെങ്കിലും, ഓർ ഇൻസൈഡ് ബോയിലിംഗ് ഹോൾ, ഏത് ചുട്ടുപഴുത്ത സ്ഥലത്താണെങ്കിലും എനിക്ക് അവിടെ പോയി കാണണം. ഓർ സ്റ്റിൽ മൂൺ, ഓർ ഇൻ ബ്ലഡ്ലെസ് ഫ്രൈറ്റ്, ഏത് പേടി സ്വപ്നത്തിലായിരിക്കാം, എവിടെയായിരിക്കാം, എന്നാലും എനിക്ക് അവനെ പോയി കാണണമെന്ന് പറയാണ്. ടു ബി വിത്ത് ഹിം, അവൻ്റെ കൂടെയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ടു ബി എവറി സ്പ്രിങ് ടൈം, എല്ലാ സ്പ്രിങ് ടൈമിലും, എല്ലാ വിൻ്ററിലും, എല്ലാ കാലത്തും ലവർ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. യുണൈറ്റഡ് ഇൻ വൺ പെയിൻറ്റഡ് നോട്ട്, ഒറ്റക്കെട്ടിൽ യുണൈറ്റ് ചെയ്യുന്ന പോലെ അറൗണ്ട് ഹിസ് ബ്ലഡി നെക്ക്, സോ അവൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. സോ വിട്ടുപോയാലും ആ ഒരു ലവറോടുള്ള സ്നേഹവും കാണാൻ പറ്റാത്ത ബ്രേക്കപ്പിന് ശേഷം കാണാൻ പറ്റാത്ത ഒരു സങ്കടവും കാര്യങ്ങളും ട്രോമയിലേക്ക് വീഴുന്നതുമാണ് ഈ ഒരു കവിതയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.